മെട്രോ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പിശാച് എങ്ങനെയാണ് വിശ്വാസികളെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ടെംപ്റ്റ് ചെയ്യുന്നത്, അവരെ മാറ്റിക്കളയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പല കാര്യങ്ങളും ചിന്തിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രൈഡിനെ കുറിച്ച്, അഹങ്കാരത്തെക്കുറിച്ച്, നിഗളത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ നിഗളത്തിനകത്ത് നമ്മൾ സക്സസ് പലപ്പോഴും നമുക്കൊരു നിഗളത്തിന് കാരണമായി തീരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ അവസാനിപ്പിച്ചു. നെബൂഖദ്നേസറിൻ്റെ ജീവിതത്തിലെ എക്സാമ്പിൾ കോട്ട് ചെയ്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങളത് കണ്ടില്ലെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് കാണണമേ എന്ന്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ സിറ്റുവേഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, ഈ നിഗളം എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത് പറയുന്നതൊക്കെ ബൈബിളിൽ നിന്നുള്ള ഉദാഹരണങ്ങളും ബൈബിളിൽ നിന്നുള്ള വാക്യങ്ങളും വെച്ചാണ് പറയുന്നത്. അല്ല, പുറത്തുനിന്നൊന്നും പറയുന്നില്ല. ബൈബിളിൽ നിന്നുള്ള വാക്യങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഇതെല്ലാം പറയുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഇത് അറ്റൻഡ് ചെയ്യണം. കാരണം ഇത് നമ്മുടെ ജീവിതങ്ങളിലും വലിയ വ്യത്യാസവും രൂപാന്തരവും ഒക്കെ വരുത്തുന്നതാണ്. കാരണം ഇതിലെ ഓരോ വാക്കുകളും ബൈബിളിൽ നിന്നായതുകൊണ്ട്, അതിനകത്ത് ദൈവവചനമായതുകൊണ്ട്, അതിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട് നമ്മുടെ ജീവിതങ്ങളെയൊക്കെ രൂപാന്തരപ്പെടുത്താൻ. അടുത്ത തീർച്ചയായും പ്രാർത്ഥനയോടുകൂടി ഇത് അറ്റൻഡ് ചെയ്യണമേ എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു. അതുപോലൊപ്പം തന്നെ നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം ഇത് പ്രാർത്ഥന ഇല്ലാതെ ഇത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇത് ഈ ഷൂട്ട് ചെയ്യുകയും ഇത് ടെലികാസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇത് വേറൊരു പർപ്പസിന് വേണ്ടി, ലൈക്ക് കൂടാനോ ആൾ കളിക്കാനോ അങ്ങനെയുള്ള ഒരു പർപ്പസിനൊന്നുമല്ല. സാധാരണ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ആ രീതിയിലുള്ളൊരു കാര്യത്തിലാണ് കാണുന്നത്. ഇത് അതിനൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ റൈറ്റ് ഡിവിഷൻ ഓഫ് വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം വേണ്ട രീതിയിൽ വ്യാഖ്യാനിച്ച് ഇന്ന് പഠിക്കുകയും അത് നമ്മുടെ ജീവിതങ്ങളിലെ രൂപാന്തരം കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മറന്നു വരുന്നത്. മെട്രോ മിനിസ്ട്രീസ് എന്ന് പറയുന്ന ആ പേര് തന്നെ ഹൃദയത്തിൻ്റെ രൂപാന്തരമാണ്. അല്ലാതെ ഇത് വേറെ ഒന്നും ഒരു പർപ്പസിനല്ല എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് നമ്മുടെ സിറ്റുവേഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നിഗളം ഏത് രീതിയിൽ വരുന്നു എന്ന് ചിന്തിക്കും. യോഹന്നാൻ എഴുതിയ ലേഖനം, 3-ാമത്തെ ലേഖനത്തിൻ്റെ ഒരധ്യായമേ ഉള്ളൂ. അതിൻ്റെ 9 വാക്യങ്ങളിൽ ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രോഫോസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവനെ ഓർമ്മ വരുത്തും. അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പ്രിയനെ, നന്മയല്ല തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിനുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ദിമത്രിയോസിന് എല്ലാവരിലും സത്യത്താൽ തന്നെ സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ സാക്ഷ്യം പറയുന്നു, നിങ്ങളുടെ സാക്ഷ്യം സത്യം തന്നെ എന്ന് അറിയുന്നു. ഇവിടെ കാണുന്ന ദിമത്രിയോസ് എന്ന് പറയുന്ന ഒരു ആക്റ്റീവായിട്ട് കോൺഗ്രിഗേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളിനെ കുറിച്ചാണ്. അവൻ്റെ അഹങ്കാരത്തിൽ അവൻ വിശ്വസിച്ചു. അവൻ അപ്പോസ്തൽ ജോണിനേക്കാളും വലിയവനാണ്, കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആ സഭയിൽ അവൻ അവിടെ ഒരു ഡിവിഷൻ ഉണ്ടാക്കിയായിട്ട് കാണുന്നു. ഇവിടെ അവനെക്കുറിച്ച് പറയുന്ന അലിഗേഷൻസ് ഇതാണ്. അപ്പോസ്തൽ യോഹന്നാൻ്റെ എതിരായിട്ട് അവൻ സംസാരിച്ചു. രണ്ടാമത്, കോൺഗ്രിഗേഷനെ മുഴുവനായിട്ട്, സഭയെ മുഴുവനായിട്ട്, അസംബ്ലിയെ മുഴുവനായിട്ട് എതിരായിട്ട് തിരിച്ചു. പിന്നെ മൂന്നാമത്, സഹോദരങ്ങളെ വിലക്കി, യോഹന്നാന് ബന്ധമുള്ള സഹോദരങ്ങളെ വിലക്കി. പിന്നെ നാലാമത്, അവൻ്റെ ടീച്ചിങ് ഇൻഫീരിയർ ആയതുകൊണ്ട് അവന് ആളുകളെ മനസ്സിലാക്കാതിരിക്കാൻ ശ്രദ്ധ തിരിച്ചു. പിന്നെ അടുത്ത 5-ാമത്, യോഹന്നാൻ്റെ ആളുകളെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഇത്രയും കാര്യങ്ങളാണ് ഈ ദിയോത്രോഫിയോസ് ചെയ്തത്. ഈ അപ്പോസ്തലനായിട്ടുള്ള യോഹന്നാൻ ഇത് എഴുതുമ്പോഴേ ഇതെല്ലാം തന്നെ കാരണമായിട്ട് ഇവിടെ കാണിക്കാനുള്ള കാര്യം, ഇവിടെ ഒരു കലക്കം സഭയിലുണ്ടായി എന്നുള്ളതാണ്. അതിന് കാരണം എന്താണ്? സാത്താനാണ് സഭയിൽ കലക്കം ഉണ്ടാക്കി, അത് ദിയോത്രോഫിയോസിനെ അതിനടുത്ത് ഉപയോഗിച്ചു എന്നുള്ളത് കാണുന്നു. ഇന്നും സഭകളിലെ ഗ്രൂപ്പ് കളികൾ കാണുന്നില്ലേ? സാത്താൻ കയറി ഇന്ന് ലീഡേഴ്സിൻ്റെ, സഭയുടെ നേതാക്കന്മാർക്ക് അവർ അഹങ്കാരത്തോടുകൂടി അല്ലെങ്കിൽ പ്രൈഡോടുകൂടി വർക്ക് ചെയ്യുവാനായിട്ട് ഇടവരുന്നു. ചില
ആളുകൾ, ചില ദൈവദാസന്മാർ അല്ലെങ്കിൽ സഭയിലുള്ള ലീഡേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ഒരു സ്പെഷ്യൽ റെവലേഷൻ ദൈവം തന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നത് സത്യമാണ്, അത് ബൈബിളിൽ എഴുതിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. സ്പിരിച്വൽ പ്രൈഡ്. ഇവിടെ യോഹന്നാൻ പറയുന്നു, ദെമത്രിയോസ് എന്ന് പറയുന്ന ആള് ഈ ദിയോത്രഫോസിനേക്കായും ബെറ്ററായിട്ടുള്ള സാക്ഷ്യം ലഭിച്ച വേറൊരു ലീഡറാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ദിയോത്രഫോസിൻ്റെ പ്രവർത്തനം കൊണ്ട് സഭയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി എന്ന് കാണും. സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇന്ന് സഭകളിലെ പിശാചിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളെ കാണുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും അതിനോട് ജാഗരിക്കുകയും വേണം. ഒരു ലീഡർ വരുമ്പോൾ ഒരു ലീഡർ ഒരാളുടെ സ്ഥാനം വേറെ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്, പൗലോസ് പറയുന്നുണ്ട്, പൗലോസിൻ്റെ പക്ഷക്കാരൻ, അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ എന്നൊക്കെ പറഞ്ഞ് സൈഡ് പിടിക്കുന്ന ഡിവിഷൻ സഭയിൽ ഉണ്ടാക്കുന്ന കാര്യം. അതുകൊണ്ട് പിശാച് ഇന്ന് സിറ്റുവേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് മറന്നുപോകും. വീണ്ടും അടുത്ത ഒരു കാര്യമാണ് ഫോൾട്ട് ഫൈൻഡിങ് പ്രൈഡ്, കുറ്റം കണ്ടുപിടിക്കുന്ന നിഗളം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ തന്നെ. ഈ നിഗളം നമ്മുടെ ഉള്ളിൽ വന്നിട്ട് അതൊരു ഫിൽറ്റർ പോലെ പ്രവർത്തിക്കും. നമ്മളിലേക്ക് നോക്കി ഒരു തിന്മയുമില്ല എന്ന് നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും. അതിന് ഭയങ്കര സാമർഥ്യം കാണിക്കും. ചില ആളുകൾ അത് എന്താണ്, ഡോക്ട്രിന് അല്ലെങ്കിൽ തിയോളജി ഓഫ് അതേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹിപ്പോക്രിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ സാത്താന് ഭയങ്കര സന്തോഷമാണ്. കാരണം വേറൊരാളിൽ കുറ്റം കണ്ടുപിടിക്കുക, ഒരു സഭാ നേതാവിലെ കുറ്റം കണ്ടുപിടിക്കുക, കുറ്റം കണ്ടുപിടിച്ച് ആ ലീഡറിനെ താറടിച്ച് താഴെ കാണിക്കുക, ഇതൊക്കെ സാത്താന് വലിയ സന്തോഷമാണ്. നമ്മുടെ വർക്കേഴ്സിൻ്റെ കുറ്റം കണ്ടുപിടിക്കുകയും ചിലപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ പ്രൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് സൈറ്റാനിക്കാണ്. അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ സ്വസ്നേഹം, നമ്മളോടുള്ള സ്നേഹം കൂടുന്നവണെന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? നിങ്ങളിൽ അല്ലെങ്കിൽ എന്നിൽ നിഗളമുണ്ട് എന്നതിനുള്ള പ്രധാന തെളിവാണ്. ചില ആളുകൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഐ എന്നുള്ള വാക്ക്, ഞാൻ 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 എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, അത് ഓർക്കുക. ഇങ്ങനെയുള്ളവർ അതാണ് ഓർക്കേണ്ടത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങളെയും അളന്ന് കിട്ടും. 1-ാം വാക്യത്തിൽ മത്തായി 7 നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. ഈ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും, മറ്റുള്ളവരെ വിധിക്കുന്നത് ഒഴിവാക്കുവാനായി. ലൂക്കോസ് 16:15 നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുവാനാകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പത്രേ. സ്വയം നീതീകരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് സ്വയം നീതീകരിക്കാനായിട്ടുള്ളൊരു ചിന്ത ഈ ദിവസങ്ങളിൽ നമ്മൾ ഉണ്ടാകാതിരിക്കട്ടെ. ആ പ്രൈഡ് നമ്മൾ ഉണ്ടാകാതിരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ വർക്കേഴ്സ്, നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെ നെഗറ്റീവായി ക്രിട്ടിസൈസ് ചെയ്ത് അവരെ വിധിക്കരുത് എന്നുള്ളത് ഈ തരണത്തിൽ ഓർപ്പിക്കുകയാണ്. അടുത്ത ഒരു ടൈപ്പ് ഓഫ് പ്രൈഡാണ് അംബീഷ്യസ് പ്രൈഡ് എന്ന് പറയുന്നത്. അംബീഷ്യസ് പ്രൈഡ് എന്ന് പറഞ്ഞാൽ അതിമോഹമുള്ള നിഗളം, അതിമോഹമുള്ള നിഗളം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 35 തൊട്ട് 45 വരെയുള്ള വാക്യങ്ങളിൽ സെബദി മക്കളായ യാക്കോബ് യോഹന്നാനും അവൻ്റെ അടുക്കൽ വരുന്നു. അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നു, ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവനവരോട്, ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിൻ്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തൻ നിൻ്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കുവാൻ വരം നൽകണം. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്ന ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും,
കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്ന എൻ്റേതല്ല, ആർക്കൊരുക്കിയിരിക്കുന്നു അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അത് ശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. താഴോട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത്. 44 വാക്യത്തിൽ, നിങ്ങൾ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നു എല്ലാവരും ദാസനാകണം, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ മഹാനാകുവാൻ ഇച്ഛിക്കുന്നുവല്ല നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വരുന്നത്. ഇവിടെ നോക്കിയേ, പവർ, അതോറിറ്റി, റെസ്പെക്റ്റ്, ലവ്, ഇതിനെല്ലാം മനുഷ്യൻ എന്നങ്ങ് ഓടി നടക്കുക. എനിക്ക് പവർ വേണം, എനിക്ക് അതോറിറ്റി വേണം, എനിക്ക് എന്നെ ആൾ റെസ്പെക്റ്റ് ചെയ്യണം, ആൾ എന്നെ സ്നേഹിക്കണം. ഇതൊക്കെ ആളുടെ ഏറ്റവും വലിയൊരു ഡിസയറാണ്. എന്നാൽ നിത്യതയുടെ ആംഗിളിൽ ആരും തങ്ങളുടെ ജീവിതങ്ങളെ വിശകലനം ചെയ്യുന്നില്ല. ഇതിൻ്റെ പുറകെ പോയാൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പുറകിൽ പോകുമ്പം അത് അച്ചീവ് ചെയ്യാനുള്ള ഫൗൾ പ്രാക്ടീസസ് നമ്മൾ വന്ന് ചേർന്ന് അവസാനം അത് എൻഡ് ചെയ്യുന്നത് എന്താണ്? നരകത്തിൽ പോയി എൻഡ് ചെയ്യും. പിശാച് തെറ്റിക്കുന്ന വിധമാണ് ഇത് സഭയിൽ വന്നാൽ എന്ത് ചെയ്യും? സഭയെ ഡാമേജ് ചെയ്യും. നമുക്കറിയാം, ഇന്ന് സഭകളിൽ ഈ പവർ, അതോറിറ്റി, റെസ്പെക്റ്റിന് വേണ്ടി ആളുകൾ എന്തൊക്കെ അഭ്യാസങ്ങളെ കാട്ടി വരുന്നു എന്ന് നമുക്കറിയാം. സോഷ്യൽ മിനിസ്ട്രീസ് വർദ്ധിച്ചു വരുന്നതെന്ന് കാണുന്നല്ലോ. അവിടെ പറയുന്നത്, കർത്താവ് പറയുന്നതാണ്, അവരുടെ വിളക്ക് മാറ്റിക്കളയും, കാരണം അവർ നിഷ്ഫലരായിപ്പോയി. യാക്കോബും യോഹന്നാനും പദവി ആഗ്രഹിച്ചു കർത്താവിൻ്റെ മുമ്പിൽ വന്നു. ഇന്ന് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞ് മന്ത്രിമാരും എല്ലാം വന്നതാണല്ലോ. മന്ത്രിമാർ പറയുന്നുണ്ട്, മിനിസ്റ്റേഴ്സ് എല്ലാം ക്യാബിനറ്റ് പദവി ആഗ്രഹിക്കുന്നു. മിനിസ്റ്റേഴ്സ് എന്താണ്? മിനിസ്റ്റേഴ്സിൻ്റെ മീനിങ് തന്നെ ദേ ആർ ദ പീപ്പിൾ ടു സെർവ്. അവർ സെർവ് ചെയ്യേണ്ടവരാണ്. അതിനകത്ത് ബൈബിളിൻ്റെ പശ്ചാത്തലം ഇതാണ്, നിങ്ങൾ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം. സോ ദ ഗ്രേറ്റസ്റ്റ് എമംഗ് പീപ്പിൾ, one must become serve, slave of all. When we serve others, we will serve God. മറ്റുള്ളവരെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോഴാണ് ദൈവത്തെ ശുശ്രൂഷിക്കുന്നത്. ശുശ്രൂഷ ചെയ്യുന്നതല്ലാതെ മാസ്റ്റർ ആകാനല്ല ദൈവരാജ്യത്തിൻ്റെ വിളി. ഇതാണ് ദൈവരാജ്യവും ലോകവും തമ്മിലുള്ള വ്യത്യാസം. ഒരു പാസ്റ്റർ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലാണ് മഹത്വം കാണേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സഭയിൽ 50 പേരുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതും അതുപോലെ 10,000 പേരുള്ള ഒരു സഭയിലെ ശുശ്രൂഷിക്കുന്ന തമ്മിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. കാരണം സഭ വളരുന്നു, ആളുകൾ കൂടുന്നു, നല്ല കാര്യമാണ്. 10,000 പേര് വരുമ്പോഴേ സഭ വളരുന്നു. എന്നാൽ ഇന്ന് കാണുന്നത് എന്താണ്? ഈ സഭയിലെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ചില നിലവാരം ഉയർത്തുകയാണ്. വേറെ രീതി പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ പ്രൈഡ്, ആത്മീയമായ ഉയരങ്ങളിലേക്ക് സഭയിലുള്ള എല്ലാവരെയും ആ പാസ്റ്ററിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം പാസ്റ്റർ പല രീതിയിലും വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നല്ലതാണ്, കാരണം ഇതെല്ലാം വളരേണ്ടതാണല്ലോ, ഒരുപാട് മുന്നോട്ട് വരണം, സഭ വളരേണ്ടതൊക്കെ ആവശ്യമാണ്. അതാണ് കൂടുതലും ജനങ്ങൾ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് വരുന്നവരുടെ ലെവൽ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ദൈവിക പ്രമാണം അനുസരിച്ച് മുമ്പോട്ട് വരുന്നത് കുറഞ്ഞു വരും, ആൾ കൂടുന്നതനുസരിച്ച് എന്നുള്ളത് കാണുന്നു. അതിമോഹമുള്ള പ്രൈഡ്, അതിമോഹമുള്ള നിഗളം, ഈ രീതിയിൽ ഒരു സ്പിരിച്വൽ ആംഗിളിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേ ചിലപ്പോഴും നമുക്കറിയാം, ചെറിയ ചർച്ചസൊക്കെ വലിയ ചർച്ചസായി മാറി അതിനുശേഷം ആ റിലേഷൻഷിപ്പിനകത്ത് വലിയ ഇഷ്യൂസ് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇപ്പോഴും പറയുന്നില്ല. അടുത്ത ഒരു പ്രൈഡിൻ്റെ വേറൊരു ആംഗിളാണ് റിലീജിയസ് പ്രൈഡ് എന്ന് പറയുന്നത്. ലൂക്കോസ് 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലെ പരീശനും പാപിയും പ്രാർത്ഥിക്കാനായിട്ട് പോയതിൻ്റെ കഥ നമുക്കറിയാം. പരീശൻ നിന്നുകൊണ്ട്, ദൈവമേ പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായവരെ പോലെ, ശേഷം മനുഷ്യരെ പോലെ, ഈ ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലാകിയാൽ നിന്നെ വാഴ്ത്തുന്നു. അവൻ്റെ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ പറയുകയാണ്. അവനെ തന്നെ അങ്ങ് പുകഴ്ത്തി പറയുകയാണ്. ചുങ്കക്കാരനാണെങ്കിൽ എന്താ ചെയ്തത്? ദൂരത്ത് നിന്ന് സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ കഴിയാതെ മാറത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ ഹംബിൾ ഡൗൺ ചെയ്ത ടാക്സ് കളക്ടർ,
അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അവൻ ഉയർത്തപ്പെട്ടു, തന്നെത്താൻ ഉയർത്തി, അവന് നീതീകരിക്കപ്പെട്ടില്ല എന്ന് കാണുന്നു. സോ റിലീജിയസ് പ്രൈഡ്, ഇന്ന് ഈ റിലീജിയസ് പ്രൈഡ് ധാരാളമുണ്ട്. പാപക്ഷമ പ്രാപിക്കാതെ തിരികെ പോകുന്നു. അതൊരു ഫൂളിഷായിട്ടുള്ള ഒരു എന്താണ് സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ, സെൽഫ് ജസ്റ്റിഫിക്കേഷൻ്റെ ഒരു മാർഗമാണ്. ടാക്സ് കളക്ടറെ തമ്മോളം അവൻ്റെ പാപം പരസ്യമാണ്. കാരണം അവനെ പരസ്യക്ഷമയിലേക്ക് നടത്തുകയാണ്. ഇന്ന് അനേകം ആളുകൾ ദൈവസന്നിധിയിൽ അനുതാപത്തോട് വരാതെ ഇരിക്കുന്നതുകൊണ്ട് റിലീജിയസ് ആയിട്ട് അവർ പ്രൈഡായി തീരുന്നതായി നമ്മൾ കാണുന്നു. സോ റിലീജിയസ് പ്രൈഡ് ഈസ് അനദർ വേ. അടുത്ത വേറൊരു ടൈപ്പ് പ്രൈഡാണ് പ്രിസംഷ്യസ് പ്രൈഡ് എന്ന് പറയുന്നത്. ധാർഷ്ട്യമുള്ള നിഗളം. ധാർഷ്ട്യമുള്ള നിഗളം എന്ന് ചോദിച്ചാൽ എന്തായാലും പറയുന്നത് ഒരു അരഗൻ്റായിട്ട് ടീച്ചബിൾ അല്ലാത്ത രീതിയിലുള്ളൊരു നിഗളം. അങ്ങനെയുള്ളവരുണ്ട്. ദൈവസന്നിധിയിൽ താഴത്തില്ല, അവർ ടീച്ചബിൾ അല്ല. ശരിക്കും ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ എന്താണ് പ്രൈഡ്ഫുള്ളായിട്ടാണ് ചോദിക്കുന്നവരെ. ദൈവസന്നിധിയിൽ നമുക്കറിയാം, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഭയവും പേടിയൊന്നും ഇല്ലാതെ ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് കടന്നു ചെല്ലാം. ആ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് നമുക്കൊരു ഡിമാൻഡായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ നീ ഇത് ചെയ്തേ പറ്റുള്ളൂ, ഞാൻ നിൻ്റെ മകനാണ്, നീ ഇത് ചെയ്തേ പറ്റുള്ളൂ, ഇങ്ങനെ ദൈവത്തോട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നമുക്കൊരു റിക്വസ്റ്റായിട്ട് നമുക്ക് താഴ്മയോട് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവത്തിൻ്റെ മക്കളാണെന്ന് വിചാരിച്ച് ദൈവത്തോട് കമാൻഡ് ചെയ്യാനായിട്ട് ഉള്ളൊരു അധികാരം നമുക്കില്ല. അത് നമ്മളെ പ്രൈഡ്ഫുള്ളാക്കിയിട്ട് അറഗൻ്റാക്കി അൺഗോഡ്ലി ആക്കി മാറ്റും. പ്രത്യേകിച്ച് ഈ പ്രോസ്പെരിറ്റി ഗോസ്പലിലൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. ഈ വിഷനൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമുക്കത് നേടിയെടുക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നേടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരുണ്ട്. ശരിയാണ്, ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം എല്ലാം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, അത് കൊടുക്കും. അത് നേടിയെടുക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പാസ്റ്റർ, ഒരു ചെറിയ ചർച്ചായിരുന്നു, ആ ചർച്ച് വലുതായി അനേകം പേര് വന്നപ്പോഴത്തേക്ക് അവരുടെ വ്യൂസ് എൻ്റയർലി ചേഞ്ച് ചെയ്തു. കാരണം അതിനെ മാനേജ് ചെയ്ത് പോകണമല്ലോ, അതിന് വലിയ ബിൽഡിങ് വേണം, അതുപോലെ അവർക്ക് താമസിക്കാനായിട്ട് ഫ്ലാറ്റ് വേണം, എക്സ്പെൻസീവായിട്ടുള്ള കാറ് വേണം. അനേകം ആളുകളുണ്ട്, 10,000 15,000 ഒക്കെ പേര് വർഷിപ്പിന് വരുന്നുണ്ട്. അത് വരുന്നവരെ എല്ലാം ഒരേ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് VIP വരുമ്പോൾ VIP റൂം വേണം. ഇതെല്ലാം തന്നെ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അവർ പലതും പറയും, എനിക്ക് ദൈവത്തിൻ്റെ സ്പെഷ്യൽ റെവലേഷനുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതെന്നൊക്കെ പറയും. അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിന് പകരം നമ്മുടെ ഒരു എംപയർ ബിൽഡ് ചെയ്യുന്ന, അവിടെ തന്നെ ഒരു എംപയർ ബിൽഡ് ചെയ്യുന്ന ഒരു അനുഭവമാണ്. അതിന് വേണ്ടി പിരിവെടുക്കുകയും അല്ലെങ്കിൽ സഭാജനങ്ങളെ നിർബന്ധിച്ച് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക, കമാൻഡ് ചെയ്യുക എന്നൊക്കെ പറയും. സങ്കീർത്തനം 2:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോട് ഘോഷിച്ചുല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവൻ്റെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഈ പ്രിസംഷ്യസ് പ്രൈഡ്, ധാർഷ്ട്യമുള്ള ഒരു പ്രൈഡ് നമ്മൾക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ ബുദ്ധി പഠിക്കണം, യഹോവയെ ഭയത്തോട് സേവിക്കണം, വിറയലോട് ഘോഷിച്ചുല്ലസിപ്പീൻ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ബോൾഡ്നെസ് ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ റിക്വസ്റ്റ് ചെയ്ത് താഴ്മയോടൊരു ദൈവത്തിനിലേക്ക് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ, എൻ്റെ സമയം കഴിഞ്ഞു. ഡിഫെൻസ് അഗൻസ്റ്റ് പ്രൈഡ്. ഈ പ്രൈഡിന് അഗൻസ്റ്റായിട്ട് നമ്മൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം? 1 പത്രോസ് 5:6 മുതൽ 9 വാക്യങ്ങളിൽ നിങ്ങൾ ഹംബിൾ ഡൗൺ യുവർ സെൽഫ് എന്ന് പറയുന്നുണ്ട്. കാസ്റ്റ് യുവർ കെയർസ് അപ്പോൺ ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് താഴ്മയോട് കൊടുക്കുക. നമ്മൾ തന്നെ വീക്കാണെന്ന് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ അഡ്മിറ്റ് ചെയ്യുക. ടു റെസിസ്റ്റ് പ്രൈഡ് ഈസ് ടു റെസിസ്റ്റ് ദ ഡെവിൾ. പ്രൈഡിനെ റെസിസ്റ്റ് ചെയ്യുന്നത് പിശാചിനെ റെസിസ്റ്റ് ചെയ്യുന്നവർ. നമ്മളവനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകുന്നതായിട്ട് കാണാം.
ഒന്നാമത് നമ്മളെ തന്നെ താഴ്മയിൽ നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത് ദൈവവചനമാണ്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ഞാനത്, ദൈവവചനത്തെക്കുറിച്ച്. യേശുക്രിസ്തു 3 പരീക്ഷകളും യേശുക്രിസ്തു വിജയിച്ചത് ദൈവവചനം കോട്ട് ചെയ്തായിരുന്നു. നമ്മൾ മറന്നുപോയത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു 3 പരീക്ഷകളും ദൈവത്തിൻ്റെ വചനം കോട്ട് ചെയ്ത് ആ ടെംപ്റ്റേഷൻസ് ടു പ്രൈഡ് അതിൽ നിന്നെല്ലാം വിക്ടറി പ്രാപിച്ചതായിട്ട് കാണുന്നു. പ്രൈഡ് ഈസ് ദ പൊട്ടൻഷ്യൽ പ്രോബ്ലം ടു എവരി ഹ്യൂമൻ ബീയിങ്. എല്ലാ മനുഷ്യനും ഉള്ളൊരു സംഭവമാണ്. ആരെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് ശരിയല്ല. ചെറിയൊരു കണ്ടൻ്റെങ്കിലും ഒരു പ്രൈഡ് എല്ലാ മനുഷ്യരിലും ഉണ്ട്. എന്നാൽ ഈ നിഗളവുമായിട്ട് മുമ്പോട്ട് പോയാൽ ദൈവത്തിൻ്റെ രാജ്യത്തിലെ ആ എഫക്റ്റീവ്നെസ് നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വർദ്ധമാനത്തിന് നഷ്ടപ്പെട്ടു പോകും. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ധാർഷ്ട്യമായിട്ടുള്ള പ്രിസംപ്റ്റീവ് പ്രൈഡ്. ഇത്തിരി ടൈപ്പ് പ്രൈഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. പ്രിസംപ്റ്റീവ് പ്രൈഡ്, റിലീജിയസ് പ്രൈഡിനെ കുറിച്ച് പറഞ്ഞു, അംബീഷ്യസ് പ്രൈഡിനെ കുറിച്ച് പറഞ്ഞു, ഫോൾട്ട് ഫൈൻഡിങ് പ്രൈഡിനെ കുറിച്ച് പറഞ്ഞു, കൺട്രോളിങ് സിറ്റുവേഷൻസിനെ കുറിച്ച് പറഞ്ഞു, സക്സസിൻ്റെ ഡേഞ്ചർ ഇൻ സക്സസിൻ്റെ, ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള പ്രൈഡ് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്. ഇതിലൊക്കെ നമ്മൾ അതിജീവിക്കേണ്ടത് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഹംബിൾ ചെയ്യുകയാണ്. ദൈവത്തെക്കാൾ വലിയവൻ ആരുമില്ലല്ലോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഹംബിൾ ചെയ്യുകയും ദൈവവചനത്താൽ പിശാച് കൊണ്ടുവരുന്ന ഈ ടെംപ്റ്റേഷൻസിൽ ദൈവവചനത്താൽ സക്സസ്ഫുൾ ആയി തീരുകയും ചെയ്യുന്നുള്ള. യേശുക്രിസ്തുവിനെ പ്രൈഡിലേക്ക് നയിക്കുവാനായിട്ട് പിശാച് 3 പ്രാവശ്യം നോക്കിയപ്പോഴും അതിലെല്ലാത്തിൽ നിന്നും യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനത്താൽ ജയം പ്രാപിച്ചതായിട്ട് കാണുന്നു. അതുകൊണ്ട് ഈ പ്രൈഡ് ട്രാപ്പിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരായി വരുന്ന എല്ലാ ഉയർച്ചയും എല്ലാ സംശയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഖണ്ഡിച്ച് പ്രാർത്ഥിക്കുന്നു. നീയോ ഉയരണം, ഞങ്ങളോ താഴണം. ദൈവരാജ്യത്തിൻ്റെ വലിയ ആ റൂൾസ് ആൻഡ് റെഗുലേഷന് വിപരീതമായി ഞങ്ങൾ കർത്താവെ പ്രൈഡ്ഫുള്ളായിട്ട് ജീവിച്ചുകൊണ്ട് കാര്യമില്ല. ബോസ്ഫുള്ളായിട്ട് ജീവിക്കുന്നത് കർത്താവെ, ഞങ്ങൾ പലപ്പോഴും സ്വയം നീതീകരണം പിശാചിൻ്റെ മാസ്റ്റർ പീസായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളിൽ വന്ന് ഞങ്ങളെ തകർത്ത് കളയും എന്നറിയുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലെ ദാവീദിനെ പിശാച് കർത്താവെ പരീക്ഷിച്ച് പ്രൈഡിലേക്ക് നടത്തുന്നത് ഞങ്ങൾ കണ്ടല്ലോ. പുതിയ നിയമത്തിലും കർത്താവെ പ്രൈഡിൻ്റെ ഡിവിഷൻ കൊണ്ടുവരുന്നത് ഞങ്ങൾ കണ്ടല്ലോ കർത്താവെ. അതൊക്കെ എന്നാൽ ദൈവത്തിൻ്റെ വലിയ ആത്മാവിൻ്റെ ആ ശക്തിയിൽ ഇതൊക്കെ അതിജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ദൈവവചനം ശക്തിയോട് ഞങ്ങൾ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, രോഗത്തിലെ പ്രയാസങ്ങളിലെ വേദനകളിലിരിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കിഡ്നിയായിട്ടുള്ള ഡയാലിസിസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് ഞങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള വിടുതൽ നീ കൊടുക്കണമേ. ആ ഡയാലിസിസ് ഒക്കെ നിർത്തിവെക്കത്തക്ക രീതിയിൽ കർത്താവെ പൂർണ്ണമായിട്ടൊരു ക്രിയേറ്റീവ് മിറക്കിൾ നീ കൊടുക്കണമേ. ഇല്ലാത്തതിനെ നീ സൃഷ്ടിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡിഫക്റ്റുകളും മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെവിയുടെ കർത്താവെ വേദനയിൽ പ്രയാസപ്പെടുകയും അവിടെ കർത്താവെ ചില മരുന്നുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടും ക്യൂർ ഇല്ലാതിരിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ രീതിയിലുള്ള വിടുതലുകൾ നീ അയക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ഞരമ്പുകളാൽ കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ആ നരമ്പുകളിൽ കൂടിയുള്ള രക്തോട്ടമൊക്കെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളിലേക്ക് ഇന്ന് വരും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവം എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചത് എല്ലാവരും അനുഗ്രഹിക്കണമേ. നിൻ്റെ വലിയ വിടുതലുകൾ നീ അവർക്ക് അയക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനമൊക്കെ കർത്താവ് അവരുടെ ജീവിതങ്ങളിലെ വലിയ അത്ഭുതങ്ങളെയും രൂപാന്തരത്തെയും വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഏതെങ്കിലും മിസ് ചെയ്ത് പോയെങ്കിൽ നിങ്ങൾ പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് കാണണമേ എന്ന് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുകയും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ പ്രാർത്ഥന നിങ്ങൾക്കത് പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തന്നാൽ ഞങ്ങളിത് സ്തോത്രം ചെയ്യാനുള്ള കാരണമായി തീരും. പ്രെയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്.
ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.